വന്ന് 2-3 ദിവസം 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ആ ഗ്രാൻഡ് പരിപാടിയിലേക്ക് ബിഗ് ബോസിലെ താരങ്ങളും ക്ഷണിച്ചു. കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ആദില നൂറയും ക്ഷണിച്ചു. ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. എന്ത് തോന്നുന്നു? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. മലയാളികൾക്കേറെ പരിചയമുള്ളൊരു ജ്വല്ലറിയാണ് മലബാർ ഗോൾഡ്. ആ മലബാർ ഗോൾഡിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്, ഉടമയാണ് ഫൈസൽ മലബാർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഗംഭീരമായ സംഭവമായിരുന്നു. ഒരു ഭിന്നശേഷിക്കാരായ ഒരാളെ വിവാഹം കഴിപ്പിച്ചയച്ചു. പിന്നെ എല്ലാ സെലിബ്രിറ്റികളും, സിനിമക്കാർ, സംവിധായകർ, ഇന്ത്യയിലുള്ള നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സെലിബ്രിറ്റികൾ, വ്ളോഗേഴ്സ്, ഇവരൊക്കെ വന്ന് 2-3 ദിവസം 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ആ ഗ്രാൻഡ് പരിപാടിയിലേക്ക് ബിഗ് ബോസിലെ താരങ്ങളും ക്ഷണിച്ചു. കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ആദില നൂറയും ക്ഷണിച്ചു. ഇതൊരു വലിയ വിമർശനത്തിനിടയാക്കി. വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ ചില്ലറ വിമർശനമൊന്നുമല്ല. നിങ്ങളുടെ ഒരു വീട് ഇത്രയും ആളുകളുടെ സപ്പോർട്ടീവുള്ള ഒരു പരിപാടിയിലേക്ക് സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന, വാപ്പിയമ്മയും ഒഴിവാക്കിയ, സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളെ നിങ്ങളുടെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര വിമർശനം. ആ വിമർശനത്തിൽ ഇന്നലെ പാതിരാത്രിയിൽ ഈ ഒരു മലബാർ ഗോൾഡിൻ്റെ ഉടമ ഫൈസലിക്കാന്ന് പേരുള്ള ഈ ഒരു മനുഷ്യൻ ഒരു ക്ഷമാപണം നടത്തിയ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിക്കാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, നിർവാജ്യം, ഞാൻ ഖേദം പറയുന്നു. കാരണം സ്വന്തം വീട്ടുകാരെ കുറ്റം പറയുന്ന, മാതാപിതാക്കളെ സമൂഹം അതിൽ അപഹസിക്കുന്ന ആ ആളുകളെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ല, അവർ വന്നതിൽ എന്നെ കുറ്റപ്പെടുത്തരുത്, ഈ രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു കമൻറ്റ്. ഞാൻ ആ ഒരു കുറിപ്പൊന്ന് വായിക്കാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതൊക്കെ ശരി തന്നെ. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. ഈ 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവരെയാണ്. പൊതുസമൂഹത്തിലെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്കൊരു തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫൈസലേക്ക് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇന്നലെ പാതിരാത്രിയിൽ ക്ഷമാപണം കുറിച്ചത്. ഇങ്ങനെ ഒരു ക്ഷമാപണക്കുറിപ്പ് ഇടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നുള്ളത് ആ പരിപാടിക്കാരെ ബിഗ് ബോസിൽ തന്നെ അവൾ ലക്ഷ്മി എന്ന് പേരുള്ള ഒരു മത്സരാർത്ഥി പറഞ്ഞിരുന്നു. പിന്നീട് ഇവരെ മോഹൻലാൽ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞെങ്കിലും മോഹൻലാൽ വീട്ടിൽ കയറ്റിട്ടില്ല. ഇവർ ഈ പരിപാടി കഴിഞ്ഞിട്ട്, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആദ്യം വന്നത് നൂറയുടെ ബർത്ത്ഡേ, 25ാമത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടിക്ക് വന്നത്. ഒരു മിനിറ്റ്, ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. എന്ത് തോന്നുന്നു? ബിഗ് ബോസ് ഇറങ്ങിയിട്ടിപ്പോ ഫംഗ്ഷൻ ബർത്ത്ഡേ ആയിരുന്നു, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത് ഇതാണ്. എപ്പോഴും ആഗ്രഹിക്കും സംസാരിക്കും. നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ റെഡിയായി കയറാം. ഈ ഫൈസൽ മലബാർ ഈ പറയുന്ന ഒരു കാര്യം നുണയാണ്. ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസിലെ മുഴുവൻ താരങ്ങളെയും ഇയാൾ ക്ഷണിച്ചിട്ടാണ് ആ പരിപാടിക്ക് വന്നത്. ആ പരിപാടിക്ക് വന്നിട്ട് ആളുകൾക്കിടയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ഇയാൾ ഇതൊന്ന് മാറ്റി, ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഈ ഒരു പോസ്റ്റിന് താഴെ പല തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. എന്തായാലും ഫൈസലിക്കയോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് പറയുന്ന ഒരു കൂട്ടർ പറഞ്ഞത്, നിങ്ങൾ ആദ്യാനൂറെ ക്ഷണിച്ചിട്ട് ഇങ്ങനെ നാണം കെടുത്തരുതായിരുന്നു, നിങ്ങൾ ചെയ്തത് ശരിയല്ല, അവരെ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ അവരെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുക, നിങ്ങളുടെ വീട്ടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ക്ഷണിക്കുക, എന്നിട്ട് അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതിനു ശേഷം അവരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നത് അവർ
അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആദില നൂറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറായല്ലോ, നന്നായിട്ടുണ്ട്, ഇങ്ങനെ വേണം, ആളുകളായാലും ഇങ്ങനെ വേണം. ഒരു കൂട്ടർ ചോദിക്കണം, ആദില നൂറ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾ ക്ഷണിച്ച് നിങ്ങളെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളുടെ വീട്ടുകാരിയാക്കാനെന്നുള്ള ഈ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു മാപ്പ് പറയൽ വിവാദമായതോടെ ഈ ഫൈസൽ മലബാർ ആ ഒരു പോസ്റ്റ് തന്നെ ഡിലീറ്റാക്കി സോഷ്യൽ മീഡിയയിൽ നിന്ന്. അതായത് പാതിരാത്രിയിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്, നേരം പുലർന്ന് ഇതൊരു വലിയ വിവാദമാവുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഈ പോസ്റ്റ് ഡിലീറ്റാക്കി. പക്ഷേ ഈ ഒരു മാപ്പ് പറച്ചിലും ഡിലീറ്റ് ആക്കലിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു സംഗതിയുണ്ട്. ഇതുപോലെയുള്ള ആളുകളെ നമ്മുടെ പരിപാടിക്ക് ക്ഷണിക്കാവൂ. അതൊരു ഭയങ്കര വിമർശനം ഉണ്ടായി. ക്ഷണിച്ചിട്ടൊരു പരിപാടിക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു മാപ്പ് പറയൽ ഇടരുതായിരുന്നു. എന്തായാലും ഇത് സോഷ്യൽ മീഡിയ മുഴുവനും ഇത് നിറഞ്ഞിട്ടുണ്ട്. ആളുകൾ മുഴുവനും ഇതിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നു. ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെ ക്ഷണിച്ച സ്ഥിതിക്ക് പിന്നെ അവർ അവഹേളിക്കുന്ന രീതിയിലൊരു മാപ്പ് പറയൽ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സംഗതി വിവാദമായതോടെ ഫൈസൽ മലബാർ ഇവരെ ഈ രണ്ടു പേരെയും പൂമ്പാറ്റകളെയും ക്ഷണിച്ച് അതിന് മാപ്പ്, അവരെ ക്ഷണിച്ചിട്ടില്ല, അവർ ക്ഷണിക്കാതെ വന്നവരാണെന്നും അവർ വന്നതിൽ നിർവാജ്യം ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ ആ ഒരു പോസ്റ്റർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റർ ഡിലീറ്റ് ആക്കുന്നു എന്നുള്ളതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം ഇതുപോലെയുള്ള ആളുകളെ ക്ഷണിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുക എന്നുള്ളതാണ്. മലബാർ ഗോൾഡ് നമ്മൾ അറിയാത്ത ആളുകളൊന്നുമില്ല. കോഴിക്കോട് നിന്നാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അന്ന് ഈ സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനായിരുന്നു ആര്, ഫൈസൽ മലബാർ. ഇദ്ദേഹം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും മലബാർ ഗോൾഡ് ഒക്കെ വലിയൊരു വിജയമായി. ഇന്ത്യയിൽ പല ഭാഗത്തും അതിന് ബ്രാൻഡുകൾ ഉണ്ടായി. ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായിട്ട് വീടില്ലാത്ത ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കാൻ തുടങ്ങി. സാമൂഹ്യ സേവന രംഗത്ത്, ചാരിറ്റി രംഗത്തൊക്കെ മലബാർ ഗോൾഡ് സജീവമാണ്. പ്രത്യേകിച്ച് ഫൈസൽ മലബാർ എന്ന് വരുന്ന ആൾ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരാളുടെ ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വരാത്ത സിനിമക്കാരില്ല. മമ്മൂട്ടി മോഹൻലാലും അല്ലാത്ത സിനിമക്കാരൊക്കെ, ചെറുകിട സിനിമക്കാർ, സംവിധായകർ, പിന്നെ ഒരുപാട് എന്താ പറയുക സെലിബ്രിറ്റികൾ, ആക്ടേഴ്സ് എല്ലാവരും വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങളായിരുന്നു. അങ്ങനെ 1, 2, 3, 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടേക്ക് ഇവരെ ബിഗ് ബോസിന്റെ മുഴുവൻ താരങ്ങളെയും ക്ഷണിച്ചിട്ടാണ് ആദില നൂറയും വന്നത്. വന്നതിന് ശേഷം അതൊരു വലിയ വിമർശനമായപ്പോൾ ഇതുപോലെ ആ വീട്ടുകാരെ മാതാപിതാക്കളെ വരെ ഇവർ കുറ്റം പറയുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ ഈ 2 മഴവില്ലുകൾക്ക്, പൂമ്പാറ്റകൾക്ക് വലിയ സ്വീകാര്യതയാണ് എവിടെ നിന്നപ്പോൾ കിട്ടിയത്. ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവർക്ക് കിട്ടിയത്, ഇവരെ കഫിയ ധരിച്ചിട്ടൊക്കെയാണ് ഇവരെ എയർപോർട്ടിൽ ആളുകൾ സ്വീകരിച്ചിരുന്നത്. പലസ്തീൻ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗമാണ് കഫിയ. ആ കഫിയ കൊടുത്തിട്ടൊക്കെ എയർപോർട്ടിലൊക്കെ ഭയങ്കര ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അത്രയും സ്വീകാര്യതയാണ്. അപ്പം അത്രയും സ്വീകാര്യതയുള്ള 2 ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ്. കാരണം ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയാണ് പെണ്ണും ആണും ബന്ധം. അങ്ങനെയുള്ള 2 നടക്കുന്ന ആളുകളെ സ്വീകരിച്ചതിലൂടെ മലബാർ ഗോൾഡിന്റെ ഉടമ ഫൈസൽ കൊടുത്തൊരു തെറ്റായ സന്ദേശമാണ്. ആ സന്ദേശം തിരുത്താൻ കാണിച്ചൊരു സന്മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഒടുവിൽ അവരെ തള്ളി പറഞ്ഞല്ലോ. കാരണം ഇതൊരു വലിയൊരു കെണിയാണ്. നമ്മുടെ പുതിയ തലമുറ വിചാരിക്കുകയാണ് ഇതിലിപ്പോൾ എന്താ തെറ്റ്. അപ്പം ഈ മലബാർ ഗോൾഡ് പോലെയുള്ള എല്ലാവരും ആദരിക്കുന്ന ഒരു സ്ഥാപനം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു പരിപാടി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തെറ്റായൊരു സന്ദേശമുണ്ട്. അത് വൈകിട്ടാണെങ്കിലും തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നേരത്തെ മലബാർ ഗോൾഡ് ഒരു പാകിസ്ഥാൻ മോഡലിനെ കൊണ്ടിട്ട് പരസ്യം ചെയ്തു. അന്ന് ഹിന്ദുത്വവാദികൾ ഭയങ്കര എതിർപ്പുമായിട്ട് വന്നു, മലബാർ ഗോൾഡ് ബഹിഷ്കരിക്കണം, ഇങ്ങനെയൊക്കെ. അന്ന് പോലും മാപ്പ് പറയാൻ തയ്യാറാവാതിരുന്ന ഈ ഒരു മലബാർ ഗോൾഡ് ഇതിന് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിൽക്കുന്ന സദാചാര മൂല്യത്തിൻ്റെ വിജയമാണ്. കാരണം മലബാർ ഗോൾഡിനെതിരെ ഹിന്ദുത്വവാദികൾ ഭയങ്കര പ്രതിഷേധവുമായിട്ടൊക്കെ വന്നു. ആരും ഇനി ഹിന്ദുക്കളൊന്നും അവിടുത്തെ സ്വർണം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. രാജ്യവിരുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന്. എവിടെ 75% അവിടുത്തെ ജീവനക്കാർ ഹിന്ദുക്കളാണ്. മലബാർ ഗോൾഡിൻ്റെ സ്ഥാപനം മുസ്ലിം ആളുകളുടെ സ്ഥാപനമാണെങ്കിലും ജീവനക്കാരിൽ നല്ലൊരു പങ്കുമാരാണ് ഹിന്ദുക്കളാണ്. പിന്നെ ബാക്കി വരുന്നതിലെ മുസ്ലിമും ക്രിസ്ത്യാനിയും, അവർക്ക് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല, അവരെല്ലാവരെയും സഹായിക്കുന്ന ആളുകളാണ്. ഇന്ന് ഈ 2 പൂമ്പാറ്റകളെ ക്ഷണിച്ചതിൻ്റെ പേരിൽ കീഴൊതുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സദാചാര മൂല്യത്തിൻ്റെ ഒരു വിജയമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ, അവർ വന്നതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പോകുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇവരൊന്നും കണ്ടില്ലേ, ഇവരൊക്കെ ഇങ്ങനെ പോയാലും ഇതൊന്നും ഒരു കുഴപ്പമുള്ളതല്ല, അതൊക്കെ ഒരു നോർമലൈസ് ചെയ്യാണ്, സമൂഹത്തിന് അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശമാണ്. വൈകിയാണെങ്കിലും മാപ്പ് പറയാൻ തയ്യാറായ
ആ ഒരു ഫൈസൽ മലബാറിനോട് എൻ്റെ എല്ലാ ആദരവുകളും അഭിനന്ദനങ്ങളും പറയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫൈസൽ മാപ്പ് പറഞ്ഞത് തെറ്റാണോ? അല്ലെങ്കിൽ അവരെ ക്ഷണിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് ഒരു നെറികേടായ കാര്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ സമൂഹത്തിൽ ഇനി വരുന്നൊരു കാലത്ത് തെറ്റായ കാര്യങ്ങൾക്ക് ഭയങ്കര അംഗീകാരവും ശരിയായ കാര്യങ്ങൾക്ക് അംഗീകാരം ഇല്ലായ്മയെ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഇതുപോലെയുള്ള ഒരു ബിസിനസ് രംഗത്തുള്ള പ്രവർത്തിക്കുന്ന ഒരാൾ ഇവരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു പാടാണ്. ഇതാണ് ബിഗ് ബോസ് ലക്ഷ്മിയും പറഞ്ഞത്. ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? ഇതിന് സാമൂഹിക അംഗീകാരം കിട്ടരുത് എന്നാണ്. അപ്പോൾ അന്ന് അവരെല്ലാവരും ലക്ഷ്മിനെ എതിർത്തു. അതോടൊപ്പം മോഹൻലാൽ പറഞ്ഞു, കഴിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിൽ കയറ്റുങ്ങളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് പറഞ്ഞു. അതൊരു എനിക്ക് മോഹൻലാൽ എന്നൊരു നടനോട് ഭയങ്കര ആദരവും സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്തല്ല ശരി. വേറെ എത്രയോ ആളുകളുണ്ട് ഇതുപോലെ ജീവിക്കുന്ന ആളുകൾ. എന്താണ് അവർക്കൊന്നും ഈ സ്വീകാര്യത കൊടുക്കാത്തത്? ഇതൊരു മുസ്ലിം കപ്പിളായതുകൊണ്ട് എങ്ങനെ മുസ്ലിംസ് ഇത്തരം കാര്യങ്ങൾ സദാചാരത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായതുകൊണ്ടും പറച്ചില്ലെങ്കിലും കുറച്ചൊക്കെ ഉള്ളവരായതുകൊണ്ടും അതിനെയും തകർക്കണം എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് അത്തരം ഒരു സ്വീകരണം കൊടുക്കുന്നത്. സദാചാരമില്ലാതെ സദാചാര മൂല്യങ്ങളില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂല. തോന്നിയതുപോലെ ജീവിക്കാൻ ഇത് മൃഗങ്ങളൊന്നുമല്ല, മനുഷ്യരാണ്. പരസ്പരം ഇടപഴകേണ്ട ആളുകളാണ്. എന്തായാലും ഫൈസലിക്ക സൂപ്പറായിട്ടുണ്ട്. അവരെ തള്ളി പറയാനുള്ള ആ ഒരു ധൈര്യങ്ങൾ കാണിച്ചല്ലോ. നിങ്ങളാണ് ഒരു നല്ല മനുഷ്യൻ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആയിഷ പള്ളി എവിടെയാണ്? മക്കയിലേക്ക് വരുന്ന ബോർഡറിലാണ് ആയിഷ പള്ളി ഉള്ളത്. എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതി. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മലബാർ എന്നുള്ള പ്രദേശത്തിൽ ഉൾക്കൊള്ളുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? മലബാർ എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം മലൈ എന്ന് പറഞ്ഞാൽ മലകൾ പർവ്വതങ്ങൾ എന്നൊക്കെയാണ്. ബാർ എന്ന് പറഞ്ഞാൽ നാട്, മലകളുടെ നാട് എന്നുള്ളതാണ് മലൈബാർ. അറബിയിലെ മലൈബാറാണ് പിന്നീട് മലബാറായിട്ട് മാറിയത്. മലബാർ എന്ന പ്രദേശത്തിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ കേരളത്തിലുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.